കോഴിക്കോട് വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരിതബാധിതരുടെ നേതൃത്വത്തിൽ വില്ലേജ് ഓഫീസ് ഉപരോധിച്ചവർക്കെതിരെ കേസ്. 11 BJP കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് കേസെടുത്തത്. വളയം പോലീസാണ് കേസെടുത്തിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് നമുക്കിനി അടുത്തതായി പരിശോധിക്കേണ്ടത്. വിലങ്ങാടാണ് സംഭവം. ഈ വിലങ്ങാട് ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നതിനാൽ അവർ പ്രതിഷേധ വഴിയിലായിരുന്നു. ഇവരുടെ നേതൃത്വത്തിലാണ് വില്ലേജ് ഓഫീസ് ഉപരോധം ഉണ്ടായത്. ഇതിന് BJPയുടെ പിന്തുണ ഉണ്ടായിരുന്നു. 11 BJP ഒപ്പം കോൺഗ്രസ് പ്രവർത്തകർക്ക് ഉൾപ്പെടെ 20 പേർക്കെതിരെയാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത്. ഗോകുൽ ചേരുന്നു വിവരങ്ങളുമായി. ഗോകുൽ, വളയം പോലീസ് കേസെടുത്തത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? കഴിഞ്ഞ ദിവസം നടന്ന വില്ലേജ് ഓഫീസ് ഉപരോധത്തിനിടെ പോലീസുമായി ചെറിയ സംഘർഷമൊക്കെ ഉണ്ടായിരുന്നു. ആദ്യം തിങ്കളാഴ്ച ഒരു ഉപരോധ സമരം ഈ ദുരിതബാധിതർ നടത്തി. അന്ന് തഹസീൽദാർ വന്ന് ജില്ലാ കളക്ടറുമായി ഈ സമരക്കാർക്ക് ചർച്ച നടത്താൻ സൗകര്യം ഏർപ്പാടാക്കി കൊടുക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ചൊവ്വാഴ്ച ജില്ലാ കളക്ടർ എത്തിയില്ല. തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇന്നലെ വീണ്ടും ഒരു ഉപരോധ സമരവുമായിട്ട് ഈ സമരക്കാർ മുന്നോട്ടേക്ക് വന്നത്. അതിന്റെ പശ്ചാത്തലത്തിൽ വില്ലേജ് ഓഫീസിലേക്ക് തള്ളിക്കയറുന്നതിനിടെ ഈ സമരക്കാരും പോലീസുമായി സംഘർഷമുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിലാണ് 11ഓളം BJP കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ 20 ആളുകളെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതിന്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇന്ന് വിലങ്ങാട് BJPയും കോൺഗ്രസും ആഹ്വാനം ചെയ്തിട്ടുള്ള ഹർത്താൽ പുരോഗമിക്കുകയാണ്. രാവിലെ 6 മുതൽ വൈകിട്ട് 6 വരെയാണ് ഹർത്താൽ. കടകളൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. പൂർണ്ണമായിട്ടും പ്രദേശവാസികളെല്ലാവരും ഈ സമരത്തോട് സഹകരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. വിലങ്ങാട് ഉരുൾപൊട്ടൽ ഉണ്ടായി 1 വർഷം പിന്നിടുമ്പോഴും അവരുടെ അടിസ്ഥാന ആവശ്യങ്ങളൊന്നും ഇതുവരെ പരിഹരിക്കപ്പെട്ടിട്ടില്ല. പുനരധിവാസം എവിടെയും എത്തിയിട്ടില്ല. ഇതിന്റെയൊക്കെ പശ്ചാത്തലത്തിലായിരുന്നു ഉപരോധ സമരവുമായിട്ട് വിലങ്ങാട് ദുരിതബാധിത രംഗത്ത് വന്നത്. എന്നാൽ ഇവരുടെ ഉപരോധത്തെയോ ഇവരുടെ പ്രതിഷേധത്തെയൊന്നും കണ്ടില്ലെന്ന് നടിക്കുകയാണ് സർക്കാർ. കഴിഞ്ഞ ദിവസം ഇന്നലെ ആരംഭിച്ച ഉപരോധ സമരം ഈ സമരക്കാർ അവസാനിപ്പിച്ചത് നാദാപുരം DYSPയുമായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിലായിരുന്നു. ആ ചർച്ചയിൽ റവന്യൂ ഉദ്യോഗസ്ഥരാരെങ്കിലും ഇന്ന് സ്ഥലത്തെത്തുകയും സമരക്കാരുമായി ചർച്ച നടത്തുകയും അവരുടെ ആവശ്യങ്ങൾ കേൾക്കാമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇന്ന് ഈ സമയം വരെ റവന്യൂ ഉദ്യോഗസ്ഥരോ അല്ലെങ്കിൽ MLA ഉൾപ്പെടെയുള്ള ആളുകളൊന്നും ഇവിടെ എത്തിയിട്ടില്ല. ഈ പശ്ചാത്തലത്തിൽ നമ്മൾ സമരക്കാരുമായി സംസാരിക്കുമ്പോൾ അവർ പറയുന്നത് ഇന്നും ചർച്ച നടത്താൻ തയ്യാറായില്ല എങ്കിൽ, ആരെങ്കിലും റവന്യൂ ഉദ്യോഗസ്ഥരാൽ ബന്ധപ്പെട്ട അധികാരികളോ ഇവിടെ എത്തിയിട്ടില്ല എങ്കിൽ നാളെ വീണ്ടും ഉപരോധ സമരവുമായി മുന്നോട്ടേക്ക് പോകുമെന്നും അനിശ്ചിതകാലമായി ആ ഉപരോധ സമരം തുടരുമെന്നാണ് അവർ അറിയിച്ചിട്ടുള്ളത്. വീണ. ഓക്കെ, ശരി ഗോകുൽ.